ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ ശരിക്കും ഇന്നലെ വീഡിയോ ഇടാന്ന് വെച്ചതാണ്. പക്ഷേ ഇന്നലെ ഞാൻ രാവിലെ പോയി പല്ലൂർ റൂട്ട് കനാൽ ചെയ്ത്. അതിന് ശേഷം എനിക്ക് ഒന്നും പറ്റില്ല. വായ ഇങ്ങനെ തുറക്കാൻ അടയ്ക്കാൻ പോലും പറ്റില്ല. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ വർത്താനം പറയും. അത് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങണ വരെ തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ തുടങ്ങണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കീമ എക്സ്പീരിയൻസിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ 22-ാം തീയതി ഇത് വരുമെന്ന് പറഞ്ഞു, റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. പിന്നെ മാറ്റി 26-ാം തീയതിയിലോട്ടാക്കി. അത് CBSE-കാരുടെ ഇത് അത് ഓക്കെ, അവർക്കും മാർക്ക് ഇത് കൊടുക്കണമല്ലോ, അത് ഓക്കെ, എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷെ 26-ാം തീയതി വരുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തോ അവധി ഉണ്ടെന്ന് പറഞ്ഞ് 27-ാം തീയതിയിലോട്ടാക്കി. 27-ാം തീയതി റിസൾട്ട് വന്നു, ഓക്കെ. ആ സമയത്ത് തന്നെ മന്ത്രി പറയുകയും ചെയ്തിരുന്ന് 30-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങും, എന്നിട്ട് 4-ാം തീയതി വരെ നിൽക്കുമെന്ന്. പക്ഷെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് 2-ാം തീയതിയാണ്. ഇന്നിപ്പോൾ ഒന്നും ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങി. ഇവരെന്തിങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഇനിയിപ്പോൾ ഓപ്ഷൻ കഴിഞ്ഞ ഇതിൽ മന്ത്രി പറഞ്ഞത് 30-ാം തീയതി തുടങ്ങും, 4-ാം തീയതി തീരും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 8-ാം തീയതിയാണ്. ഇനിയിപ്പോൾ എപ്പോൾ ഇതൊക്കെ നടക്കാനാണ്. പക്ഷെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാം ഓക്കെ ആക്കി വെക്കാം, അവരവരുടെ സൈഡിൽ നിന്നൊക്കെ ശരിയാക്കട്ടെ. നമുക്ക് വേറെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ പറയാൻ മാത്രം പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കോളേജ് വൈസും ഇതൊക്കെ റെഡിയാക്കി വെച്ചോ. ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന ടൈമിൽ എങ്ങനെ ചെയ്യണേന്ന് എന്തായാലും ഞാൻ വീഡിയോ ഇടാം. അതിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കാറ്റഗറി റാങ്ക് തന്നെയാണ് അവർക്ക്, ആ ഫസ്റ്റ് കിട്ടിയ റാങ്ക് തന്നെയാണ് കാറ്റഗറി ലിസ്റ്റിൽ കാണിക്കണേന്ന്. ആ സത്യം പറഞ്ഞാൽ അവരുടെ SL നമ്പറാണ് കാറ്റഗറി റാങ്ക്. കാറ്റഗറി റാങ്കിന്റെ ഇതെന്ന് വെച്ചാൽ ലോസ്റ്റ് ടു ഹൈ ആയിരിക്കും, കുറവിന്നും കൂടുതലോട്ടാണ് റാങ്ക് പോയിക്കൊണ്ടെങ്കിൽ. അപ്പൊ SL നമ്പറാണ് നിങ്ങളുടെ റാങ്ക്. കാറ്റഗറി അപ്പൊ ഞാൻ മുമ്പൊരു ഇട്ട വീഡിയോയില് കോളേജിന്റെ ഇത്, പിന്നെ അവരുടെ ലാസ്റ്റ് കട്ട് ഓഫ്, അതിനകത്ത് കാറ്റഗറി കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കാറ്റഗറി കട്ട് ഓഫ് കൊടുത്തേക്കണത് നിങ്ങളുടെ ഒറിജിനൽ റാങ്ക്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് റാങ്കിൽ വന്നല്ലോ, ആ റാങ്കാണ് അതിനകത്ത് കൊടുത്തേക്കണത്. ഇപ്പോൾ സപ്പോസ് കാറ്റഗറി റാങ്ക് കിട്ടിയ ഒരാൾക്ക് 200 കിട്ടിയേക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ, ഒരു CET ട്രിവാൻഡ്രത്തിൽ ലാസ്റ്റ്, ഞാൻ വെറുതെ പറയണത് ഒരു എക്സാമ്പിൾ പറയണേണ്, ലാസ്റ്റ് ഓപ്ഷനായിട്ട് അവർ 300 കൊടുത്തേക്കണം. അപ്പം 200 കിട്ടിയ ആൾക്ക് 300 സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, ആ 300 കൊടുത്തേക്കണത് അവരുടെ നമ്മൾ ഫസ്റ്റ് വന്ന റാങ്ക് ലിസ്റ്റില്ലേ, ആ ഇത് തന്നെയാണ് പോയേക്കണത്. കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വേറൊരു യൂസിനാണ് ഉള്ളത്. അപ്പോൾ അതാരും മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാണ്ട് നോക്കണം. ഇത്രയുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ചാനൽ കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ്. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യും. കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യും. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ വീഡിയോ അത്രയുള്ളൂ.